മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ സാഗറെ വിളിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. മേഘനാഥനെ പറ്റി എന്തറിയാമെന്നെല്ലാം ചോദിക്കുകയാണ്. മേഘനാഥനെ പറ്റി എനിക്കറിയാം, കല്യാണത്തിന് മുമ്പ് മഹിയെ അവൻ ഉപദ്രവിച്ചതാണ്, അതുമാത്രമാണോ അറിയുക എന്നിങ്ങനെ ചോദിക്കുകയാണ്. അല്ല, മേഘനാഥന് ഒരു ലിവിങ് ടുഗദറിൽ ഒരു ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ട് എന്നെല്ലാം പറയും. അവരുടെ വീട് നിനക്കറിയോ എന്ന് ചോദിക്കണം കേട്ടോ. എനിക്കറിയാം എന്ന് പറയണേ. എങ്കിൽ ശരി, എന്തായാലും കണ്ണനും മഹിക്ക് ഇഷ്ടമില്ലാതെയാണ് അവർ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്തായാലും അവർക്കൊരു പണി കൊടുക്കണം രണ്ടുപേർക്കും. നീ തന്നെ ആ പണി നടത്തണം, നീ ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം എന്നിങ്ങനെ മാർക്കോ പറയണം കേട്ടോ. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രക്ഷിക്കണം എന്ന് സാഗർ ഇങ്ങനെ മാർക്കോയോട് പറയട്ടെ. നീ അതുകൊണ്ടൊന്നും പേടിക്കണം, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ നിന്നെ രക്ഷിച്ചോളാം എന്ന് പറയണം കേട്ടോ. പിന്നീട് മഹി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കണം കേട്ടോ. കണ്ണൻ കോടതിയിൽ പെർഫോമൻസ് ചെയ്തതെല്ലാം അങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്ത് കണ്ണങ്ങനെ വരികയാണ് കേട്ടോ. കണ്ണൻ വന്നിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴും കൂടി മഹി ഞെട്ടി തിരിച്ചങ്ങ് നോക്കണം കേട്ടോ. എന്താ നീ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. ഞാൻ കോടതിയിൽ കണ്ണേട്ടൻ്റെ പ്രകടനം അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് എങ്ങനെയെങ്കിലും മാർക്കോയെ രക്ഷിക്കണം. അതേസമയം അപ്പോഴേക്കും അനന്തും ലേഖ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും മാർക്കോയെ രക്ഷിക്കണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി മുഴുവൻ ഇന്നലെ ഉറക്കമൊഴിച്ചതാണ്. അവന് പൈസയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ സ്വീകരിക്കില്ല. എന്തായാലും അവനെ ഇതിനെ രക്ഷിക്കാൻ പറ്റിയത് വലിയ കാര്യമായി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ ബോഡി ഗാർഡായിട്ട് അവനെ നിർത്താം, എങ്കിൽ നല്ല ശമ്പളവും കൊടുക്കാമല്ലോ അവനെ എന്നിങ്ങനെ പറയുക. ഒരു പണിയും ചെയ്യാതെ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, പിന്നെ അവൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അവന് എത്ര വേണമെന്നുണ്ടെങ്കിലും ശമ്പളം കൊടുക്കാമല്ലോ. അവൻ നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഇന്ന് കാലത്ത് നമുക്കതുപോലെ ഒരാളെ കിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഹിം ലേഖയും കൂടി ഭക്ഷണം ഉണ്ടാക്കാൻ പോവുകയും അനന്തും കണ്ണനും കൂടി സംസാരിച്ചിരിക്കുകയും ചെയ്യണം കേട്ടോ. മാർക്കോയുടെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എന്തായാലും മാർക്കോയെ നീ നിൻ്റെ കൂടെ തന്നെ നിർത്തണം, അവൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് എന്നിങ്ങനെ പറഞ്ഞ് സംസാരിക്കണം കേട്ടോ. അതേസമയം വാമദേവനും സീമന്തിനെയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. ഒരു പണിയും ചെയ്യില്ല, വെട്ടി വിഴുങ്ങും, അല്ലാതെ മാസികയും വായിച്ചിരിക്കും, അല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ വാമദേവൻ പറയണ്ട, നീ അവിടെ ഒരുപാട് സ്വർണം ഇതും കൊണ്ടുവന്നാണെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു എന്ന് ചോദിക്കരുത്. ഇല്ല, ഞാൻ പറയില്ല എന്നിങ്ങനെ പറയും. അതേസമയം മേഘനാഥൻ വരികയാണ് കേട്ടോ. മേഘനാഥൻ വന്നതും പറയും, എന്തായിട മോനെ അവനെ ജാമ്യം കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ജാമ്യോ, അവന് കേസേ ഇല്ലാതായി. കാരണം എന്താണെന്നറിയോ, അത് കേട്ടുകൊണ്ടാണ് മഞ്ജു ഇറങ്ങി വരിക. ഇവളുടെ ആങ്ങളെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവളുടെ ആങ്ങള വീണ്ടും കോട്ടിട്ടിട്ട് അവനെ രക്ഷിച്ചു എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നെ അടിച്ചവനെ, നമ്മളെ ഉപദ്രവിച്ചവനെയും വേണം അവൻ രക്ഷിച്ചത് എന്നിങ്ങനെ പറയും. ഇവൾ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, ഇവളുടെ ആങ്ങള നമ്മളെ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞ് സീമന്തിന് മഞ്ജുവിനെ കുറ്റം പറയണം കേട്ടോ. നിങ്ങളിവളെ കുറ്റം പറയേണ്ട എന്താ കാര്യം എന്നിങ്ങനെ പറയണം. അതിനുശേഷം സ്വർണം തന്നില്ല എന്നെല്ലാം പറഞ്ഞ് ഒരേ കംപ്ലൈൻറ്റ്, സ്വർണം തന്നില്ല എന്നെല്ലാം ഒരേ ഒരു കംപ്ലൈൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് മഞ്ജു പറയേണ്ടത്, ഞാൻ എന്തായാലും പോയി വീട്ടിൽ പോയി ചോദിക്കട്ടെ എന്നിങ്ങനെ പറയണം. അതിനുശേഷം പ്രതാപൻ കരുണയെ ഫോൺ ചെയ്യണം കേട്ടോ. കരുണയെ ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയണം, മോളെ കോട്ടൊക്കെ ഇട്ടിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ തല്ലിയവന് അവനാണ് തോന്നുന്നു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ ജാമ്യമില്ലാതെ അവനെ ഇറക്കി, കേസില്ലാതെ ഇറക്കി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ട് മോഹിനി നിൽക്കുന്നുണ്ടാവും കേട്ടോ. മോഹിനിയോട് സംസാരിക്കണോ ചോദിക്കുമ്പോൾ സംസാരിക്കുക, എനിക്ക് അവരോട് സംസാരിക്കേണ്ട എന്നിങ്ങനെ പറയും. അതിനുശേഷം പ്രതാപൻ പറയും, നിൻ്റെ മോൾക്ക് നിൻ്റെ ശബ്ദം പോലും കേൾക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയും. എൻ്റെ മോളാണെങ്കിലും ശരി, നിങ്ങളുടെ സ്വഭാവമാണ് അവൾക്ക്, നിങ്ങൾ രണ്ടുപേരും വളർത്തിയതാണ് എന്നിങ്ങനെ പറയും. അത് കേട്ടുകൊണ്ട് മുത്തശ്ശി വന്നിട്ട് പറയും, നിൻ്റെ മോൾക്ക് നല്ല സ്വഭാവം ഉണ്ടല്ലോ, അത് മതി എന്നിങ്ങനെ പറയുന്നു. നിങ്ങളെ ഇവിടെ ചെയ്തതെല്ലാം ഇവിടെ തന്നെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ, അല്ലാതെ അങ്ങനെ പോവില്ല നിങ്ങളെ എന്ന് മോഹിനി ഇങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജു വീട്ടിൽ വന്നിട്ട് പറയുന്നത്, മഞ്ജു വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം മഞ്ജു വന്ന് ദേഷ്യപ്പെടുകയാണ്. അതേപോലെ കരുണയും എല്ലാവരും കൂടിയിട്ട്, ഉണ്ണിയും എല്ലാവരും കൂടിയിട്ട് കണ്ണനോട് ചീറിയെടുക്കണം. കണ്ണൻ നല്ലപോലെ ഉത്തരം കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഭാര്യയാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അവൻ ഞങ്ങളെ രണ്ടുപേരെയും രക്ഷിച്ചതാണ്, അവൻ്റെ ഭാഗമാണ് ശരി, നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തവരാണ് എന്നെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം മാർക്കോ മഞ്ജുവിൻ്റെ ഫോണിലേക്ക് മേഘനാഥൻ്റെ ഭാര്യയും കുട്ടിയും കൂടിയിട്ടുള്ള ഫോട്ടോ അയച്ചു കൊടുക്കുന്നതാണ്.